അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരളത്തിന്റെ അകത്തും പുറത്തുമായി അറിയപ്പെട്ട ഒരുപാട് പുത്തൻവാദികളായ പ്രഭാഷകരെ നമുക്കറിയാം. സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയുമായി ഇവരുടെയൊക്കെ പ്രഭാഷണ ശകലങ്ങൾ നമ്മളൊക്കെ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ്. ഇത്തരം പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട്, പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ, പുതിയ കാര്യങ്ങളാണല്ലോ, പിന്നെ എന്താ ഇവരുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടാലുള്ള കുഴപ്പം? ഇവരുടെ പ്രഭാഷണങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുത്താൽ എന്താണ് കുഴപ്പം എന്നതൊക്കെ നമ്മൾ പലരും ചിന്തിക്കുന്നവരും പല സമയങ്ങളിലും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളവരുമാണ്. എന്നാൽ വർണ്ണക്കടലാസിൽ ഒളിപ്പിച്ച വിഷം പോലെ ഇതിന്റെ അപകടം മനസ്സിലാക്കാൻ പലപ്പോഴും വഴുകിപ്പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനോഹരമായ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ആ വിഷയങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ സാധാരണക്കാരായ അറിവ് കുറഞ്ഞ ആളുകളുടെ മനസ്സിലേക്ക് ചോദ്യത്തിന്റെയും സംശയത്തിന്റെയും ഒക്കെ നൂലാമാലകൾ ഉണ്ടാക്കിക്കൊടുത്ത് യഥാർത്ഥ വിശ്വാസ ആചാരങ്ങളോട് തന്നെ പുച്ഛവും അറപ്പും ഉളവാക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് സാധാരണക്കാരെ സംശയത്തിന്റെ വരയിലാക്കുക എന്നുള്ളത് ഇത്തരം പ്രഭാഷകരുടെ ഹോബിയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നീട്ടി സംസാരിക്കേണ്ടതില്ല. പരിശുദ്ധമായ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എല്ലാ വിഷയങ്ങളിലും കാഴ്ചപ്പാടുള്ളതുപോലെ തന്നെ പുത്തൻവാദികളായ ആളുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിലും മുൻകഴിഞ്ഞ പണ്ഡിതന്മാർക്ക് കൃത്യമായ അഭിപ്രായങ്ങളുണ്ട്, മുൻകഴിഞ്ഞ പണ്ഡിതന്മാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനെ കുറിച്ച് മുൻകഴിഞ്ഞ ഫുഖഹാക്കളും ആലിമീങ്ങളും പങ്കുവെക്കുന്നത് എന്ന് നമ്മളൊരു അന്വേഷണം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി വിശ്രുത പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വിശ്രുത കിതാബായ ഇഹ്യാ ഉൽ ഉലൂമുദ്ദീനിൽ അതിന്റെ 2ാമത്തെ വാള്യം 365 പേജിൽ മഹാനവറുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന കാര്യം, വലാ യജൂസു ഹുദൂറു മജ്ലിസിഹി ഇല്ലാ അലാ കസ്തിർ റദ്ദി അലൈഹി. പുത്തൻവാദികളായ പ്രഭാഷകരുടെ മജ്ലിസിൽ പങ്കെടുക്കാനും ആ പ്രഭാഷണങ്ങൾ കേൾക്കാനും ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. പരിശുദ്ധമായ ഇസ്ലാം അനുവാദം നൽകുന്നത് ഇല്ലാ അലാ കസ്തിർ റദ്ദി അലൈഹി. ആ പ്രഭാഷണങ്ങൾ കേട്ട് ആ പ്രഭാഷണങ്ങളെ കൃത്യമായി വിലയിരുത്തി അതിനെ കൃത്യമായി ഗണ്ണിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ അത് അനുവദനീയമാവുകയുള്ളൂ. ആ പ്രഭാഷണത്തിന്റെ വീഴ്ചകളും അപകടങ്ങളും കൃത്യമായി മനസ്സിലാക്കി മറ്റുള്ളവർക്ക് അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കാൻ അറിവും കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾക്ക് മാത്രമേ അവരുടെ ഇത്തരം ആളുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ അനുവദനീയമാവുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി ഇമാം സൂറത്തുൽ അൻആമിന്റെ 68ാമത്തെ ആയത്ത് ഫഅഇരിദ് അൻഹും ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരിഹി എന്ന ആയത്ത് വിശദീകരിച്ച് കൃത്യമായി ഈ വിഷയങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപകടം സംഭവിച്ചിട്ട് വിരൽ കടിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ആളുകളെ കൃത്യമായ അകലത്തിൽ മാറ്റി നിർത്തി നമ്മെ യഥാർത്ഥ വിശ്വാസത്തിലേക്കും യഥാർത്ഥ ഇസ്ലാമിലേക്കും നയിക്കുന്ന ആളുകളെ കണ്ടെത്തുകയും അവരിൽ നിന്ന് അറിവ് പഠിക്കാനുള്ള സന്നദ്ധതയും നമ്മൾ പ്രകടിപ്പിക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ ഹിദായത്ത് നൽകിയവരിൽ നമ്മയൊക്കെ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.